നമ്മൾ ഹരിണി കോട്ടേജിൽ നിന്ന് രാവിലെ എണീക്കുന്നത് സ്പോട്ടഡ് ഡിയേഴ്സിന്റെ അലാം കോൾ കേട്ടിട്ടാണ്. അങ്ങനെ നമ്മൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ലെപ്പേഡ്. നമുക്ക് ഹരിണി കോട്ടേജിന്റെ മുന്നിൽ ഈ തവണ വന്നപ്പോഴും ലെപ്പേഡിനെ കിട്ടിയിരിക്കുകയാണ്. ബന്ദിപ്പൂരിലെ ഫോറസ്റ്റ് കോട്ടേജ് ആയിട്ടുള്ള ഹരിണി റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പായിരുന്നു നമ്മുടെ. എന്തായാലും കിഡിലൻ സ്റ്റേ ആണ് കേട്ടോ. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് വരാം. അത്രയും റിസോർട്ടുകളെ വെല്ലുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഇഷ്ടംപോലെ ആനകളെ കാണാൻ പറ്റി. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ നേടി തന്നിട്ടുള്ള കരടിമേലുണ്ടല്ലോ, നമ്മുടെ 2 കൊല്ലം മുന്നത്തെ ആ കരടിമേലിനെ നമുക്ക് ഈ ട്രിപ്പിൽ വീണ്ടും കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ സ്റ്റേയിൽ ഇരുന്നുകൊണ്ട് തന്നെ രാത്രി പകലെന്ന് വ്യത്യാസമില്ലാതെ നമുക്കിവിടെ പുലിയെ കാണാനുള്ള അവസരമാണ്. മിക്കവാറും സമയങ്ങളിൽ ഈ കോമ്പൗണ്ടിൽ പുലി ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ ഒരുപാട് ത്രില്ലിംഗ് കാഴ്ചകളായിട്ടുള്ള ഒരു കിഡിലൻ ട്രിപ്പായിരുന്നു കേട്ടോ ഇത്തവണ നമ്മുടെ ബന്ദിപ്പൂർ ട്രിപ്പ്. ഗുഡ് മോർണിംഗ്. നമ്മൾ വയനാടാണുള്ളത്. നമ്മുടെ താർ റോക്സ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് കയറാൻ പോകുന്നു. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂരിലേക്ക് ഒരു യാത്രയാണ്. ഇതിപ്പോൾ രാവിലെ ഒരു 6:30 സമയം കഴിഞ്ഞു. നല്ല കോടയൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ താർ റോക്സിലാണ് നമ്മുടെ ഇത്തവണത്തെ ഡ്രൈവ്. താർ റോക്സിൻ്റെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ്. എക്സൈറ്റഡ് ആണ്. നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയൊരു വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ തന്നെ കിട്ടി. അടിപൊളി ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് സോഫാർ. ഏപ്രിൽ മാസം നമ്മുടെ വണ്ടി ഡെലിവർ ആയത്. അപ്പോൾ അതായത് സീറ്റിൻ്റെ കവറൊക്കെ കുറച്ച് ഓഫ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപകാരപ്രദമാണ്. പോളാർ വൈറ്റ് പോലത്തെ കളർ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഇതിനകത്തൊരു സൺ റൂഫ് കിട്ടുന്നുണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മുടെ ഫോറസ്റ്റ് ട്രിപ്പുകളിലൊക്കെ നമുക്ക് ഉപകാരപ്രദമാണ്. നമുക്ക് ഏത് ആംഗിളിലും ക്യാമറ വെച്ചിട്ടൊക്കെ എടുക്കാനൊരു വാങ്ങലുണ്ടാവും. അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പിലെ ഏറ്റവും ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. ഒരു ഗഡാഗഡിയൻ കാട്ടുപോത്താണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യൻ വൈൽഡ് കോർ, കാട്ടി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പശുവർഗത്തിലെ ഏറ്റവും വലിയ ജീവി. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫോറസ്റ്റുകളിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആണുങ്ങളായതുകൊണ്ട് തന്നെ ഇവർ ഒറ്റയ്ക്കാണ് നടക്കാറുള്ളത്. കൂടുതലും ഇണ ചേരുന്ന സമയങ്ങളിൽ മാത്രമേ ഇവർ കൂട്ടത്തോടെ നടക്കാറുള്ളൂ. അവൻ്റെ ഒരു വലിപ്പം നോക്കിയേ, നല്ല തലയെടുപ്പുള്ളൊരു മെയിൽ കാട്ടുപോത്ത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അവൻ്റെ ആ മസിലൊക്കെ എടുത്ത് നിൽക്കുന്നത് കണ്ടോ. നല്ല പോലെ മണം പിടിക്കാനും അതുപോലെ തന്നെ കേൾവിശക്തിയുള്ളൊരു ജീവിയാണ് ഈ കാട്ടുപോത്തുകൾ. എന്താണെങ്കിലും കുറച്ച് നേരം റോഡിലോട്ട് ശ്രദ്ധയോടെ നോക്കി നിന്ന് ഇവിടുത്തെ വാഹനങ്ങളുടെ എല്ലാം മൂവ്മെൻറ്റ് നോക്കി അവൻ നമ്മളെ കുറച്ച് നേരം വാച്ച് ചെയ്ത്, എന്നിട്ട് അവൻ അവൻ്റെ പരിപാടി തുടർന്നു. കാട്ടിലൂടെ നടന്ന് തീറ്റ തിന്നുവാണ്. നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗുണ്ടൽപേട്ട് രാവിലെ എത്തുവാണെങ്കിൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ടൗണിൽ തന്നെ, ഹോട്ടൽ ഉദയം ഭവൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് ഇഡ്ഡലിയും വടയും ഇതേപോലെ നമുക്ക് സാമ്പാറിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് കിട്ടും. കിടിലൻ ടേസ്റ്റാണ്. ഇതിന് മുന്നേ നമ്മളൊന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുടിച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗുണ്ടൽപേട്ട് വരുവാണെങ്കിൽ ഹോട്ടൽ ഉദയം ഭവൻ സിറ്റിയിൽ തന്നെയുള്ള ഈ ഹോട്ടലൊന്ന് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ നമ്മളൊരു 8:30 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഉദയം ഭവനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് നേരെ ബന്ദിപ്പൂർ നമ്മുടെ കോട്ടേജൊക്കെ ഇരിക്കുന്ന സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ കാടാണെങ്കിൽ ഫുള്ള് പച്ചപ്പായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജൂൺ ജൂലൈയിലൊക്കെ കിട്ടുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം നമുക്ക് ഈ കൊല്ലം ധാരാളം വേനൽ മഴ കിട്ടിയതുകൊണ്ട് തന്നെ കാട് നല്ല പച്ചപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ദിപ്പൂർ സൈഡിൽ നിന്ന് പോയ ആനകളെല്ലാം തന്നെ തിരിച്ച് ബന്ദിപ്പൂരിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് മഴക്കാലം ആകുമ്പോഴത്തേക്കും ബന്ദിപ്പൂരാണ് ഏറ്റവും കൂടുതൽ ആനകൾക്ക് തീറ്റ കിട്ടുന്നതായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ മുളകളും പുല്ലുകളും ഒക്കെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് തന്നെ ആനകളെല്ലാം തന്നെ പച്ചപ്പ് വരുമ്പോഴത്തേക്കും ഓടി ബന്ദിപ്പൂരിലേക്ക് തന്നെ എത്തും. അവർക്ക് പ്രിയപ്പെട്ട ആഹാരം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബന്ദിപ്പൂരാണ് താനും. നമ്മുടെ സ്റ്റേയുടെ ചെക്ക് ഇൻ ടൈം 1 മണിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബന്ദിപ്പൂർ ഒരു റൗണ്ട് നമ്മൾ എക്സിറ്റ് വരെ ഒന്ന് പോയി വരാൻ വേണ്ടി പോയപ്പം ഇഷ്ടം പോലെ ആനക്കാഴ്ചകൾ കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറി പാടെ തന്നെ നമ്മൾ ഒത്തിരി ഹാപ്പിയായി. ഒരുപാട് ആനകളുടെ കാഴ്ച അതും റോഡരികിൽ തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒരു ഫോറസ്റ്റ് ട്രിപ്പ് ഉടനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബന്ദിപ്പൂർ റൂട്ടിൽ പോരെ. അടിപൊളി കാഴ്ചകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് മൈസൂർ ഊട്ടി ഹൈവേയിൽ അതിൻ്റെ ഫ്രണ്ടേജിൽ തന്നെയാണ് നമ്മുടെ ഈ സ്റ്റേ ഇരിക്കുന്നത്. ഇതൊരു വലിയൊരു ക്യാമ്പസ് തന്നെയാണ്. ഇവിടെയായിരുന്നു പണ്ട് സഫാരി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സഫാരിയൊക്കെ ഇവിടെ നിർത്തി ഇപ്പോൾ ഇവിടെ സ്റ്റേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ മുന്നിൽ കാണുന്ന റിസപ്ഷനിലാണ്. നമ്മുടെ ബന്ദിപ്പൂർ കോട്ടേജുകൾ കംപ്ലീറ്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ബാക്കിൽ കാണാം. അതുകൊണ്ട് ആ കോട്ടേജുകളൊക്കെ റിനോവേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. ഇതിവിടെ ചീത്തൽ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എല്ലാം ഉപരിയായിട്ട് ഏറ്റവും ആദ്യമായിട്ട് റിനോവേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റേക്ക് വരുവാണ്. നമ്മൾ കഴിഞ്ഞ തവണ സ്റ്റേ ചെയ്ത ഹരിണി കോട്ടേജ് ആണോ എന്ന് നോക്കിയത്. ഹരിണി കോട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്തൊരു പുതിയ സ്റ്റൈൽ ആൻഡ് ബിൽഡിംഗ് ആക്കിയിട്ടുണ്ട്. മുൻപിലായിട്ട് ഫുള്ള് ഫോറസ്റ്റും നല്ല പച്ചപ്പൊക്കെ കേട്ടോ. ഏപ്രിലായപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പച്ചപ്പായിട്ടുണ്ട് കാടെല്ലാം. അപ്പോൾ
ഈ സ്റ്റേയുടെ മുന്നിൽ പഴയ ആ ഒരു സംഭവമൊക്കെ മാറ്റി ഫുള്ള് ഗ്ലാസ് ഡോറൊക്കെ ആയി നല്ല ട്രെൻഡിങ് ആയിട്ട് ഫ്ലോറൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ വന്ന് സ്റ്റേ ചെയ്തത്, ഒരു 6 മാസം മുന്നേ നമ്മളിവിടെ വന്ന് സ്റ്റേ ചെയ്താൽ ആ സ്റ്റേ അല്ല, ഉള്ളിലേക്ക് കയറി നോക്കിയേ ഫുൾ മോഡേൺ ആയിട്ടുള്ളൊരു സെറ്റപ്പിലുള്ള ഒരു ബെഡ്റൂമും. നമ്മൾ ബെഡ്റൂമിൽ നിന്ന് വിശാലമായി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വാഷ്റൂമൊക്കെ ആണെങ്കിലും നല്ല സെറ്റപ്പായിട്ട് തന്നിരിക്കുന്ന വാഷ്റൂമാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മളങ്ങനെ സഫാരിക്ക് പോവാണ്. 2:30ക്കാണ് സഫാരി തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് ഒരു ഫാമിലി, നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി യാദൃശ്യവശാൽ ഇവിടെ കണ്ടതാണ്. അഭിലാഷ് ചേട്ടനും ഫാമിലിയാണ്. ഇതാ നമ്മുടെ അഭിലാഷ് ബ്രോ, രസ്ന ചേച്ചി, 2 പിള്ളേർ. ഇവർ വൈൽഡ് ലൈഫിൻ്റെ കട്ട ഫോളോവേഴ്സാണ്. നമ്മുടെയൊക്കെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. നമ്മളപ്പോൾ ഒന്നിച്ചാണ് സഫാരിക്ക് പോകുന്നത്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന സഫാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേയുടെ അടുത്തുനിന്ന് നേരിട്ടാണ്. അപ്പോൾ ഇത് എപ്പോഴും കിട്ടണമെന്നില്ല. ഇത് ഓഫ്ലൈനായിട്ട് നമുക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. വീക്ക് ഡേയ്സിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ കോട്ടേജിൻ്റെ അടുത്ത്, ബന്ദിപ്പൂരി കോട്ടേജിൻ്റെ അടുത്ത് സ്റ്റേ എടുക്കുമ്പോൾ തന്നെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഈ ഓഫീസർമാരൊക്കെ പെട്രോളിങ്ങിനൊക്കെ പോകുന്ന ടൈമാണെങ്കിൽ കിട്ടൂല. അപ്പോൾ വണ്ടി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ കിട്ടും. ഒരു വാഹനത്തിന് 5000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത് നമുക്ക് 9 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ 3 റൂമിലൊക്കെ ഉള്ളവരൊക്കെ ഒന്നിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ സഫാരിക്കാണ് 5000 രൂപ ചാർജ് ചെയ്യുന്നത്. നമുക്കത് ക്ലബ് ചെയ്ത് 3 മണിക്കൂർ വരെ സഫാരി ഒന്നിച്ചെടുക്കാം. അപ്പം 10000 രൂപയ്ക്ക് നമുക്ക് പോയി വരാം. അപ്പോൾ കൂടുതൽ പേരുണ്ടെങ്കിൽ പെർ ഹെഡ് നമുക്ക് ഒരു 1500 രൂപയ്ക്ക് ചാർജ് ആവുള്ളൂ. അപ്പോൾ നമ്മളെന്താണെങ്കിലും അങ്ങനെ ക്ലബ്ബ് ചെയ്തിട്ട് ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ 3 മണിക്കൂർ സഫാരിയാണ് നമുക്ക് ഫോറസ്റ്റിനുള്ളിൽ കിട്ടുന്നത്. തികച്ചും 3 മണിക്കൂർ നമുക്ക് ഫോറസ്റ്റിനുള്ളിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളവിടെ സഫാരി പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സഫാരി എടുക്കുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ കോട്ടേജിൻ്റെ അവിടെ നിന്ന് കയറി നേരെ ഫോറസ്റ്റിനുള്ളിലേക്ക് തന്നെ കയറുവാണ്. അങ്ങനെ നിവേദം നിവർച്ചും കയറിയ പാടെ തന്നെ 2 ആനകളെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പേർക്കും എന്താണ് കാണേണ്ടത് ഇനി? മഴയൊക്കെ പെയ്ത് പച്ചപ്പായപ്പോഴത്തേക്കും ആനകൾ ഇതായി വീണ്ടും ബന്ദിപ്പൂരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആനകളുണ്ട്. ഇതിപ്പോൾ ഏപ്രിൽ മാസം ആയുള്ളെങ്കിൽ പോലും മഴക്കാലത്തിൻ്റെ ഒരു പ്രതീതിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനകളെല്ലാം തീറ്റയും വെള്ളവും ഇവിടെ ഇഷ്ടംപോലെ കിട്ടുമെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നിരിക്കുകയാണ്. മുത്തങ്ങ സൈഡിൽ നിന്നും മുതുമല സൈഡിൽ നിന്നൊക്കെ വീണ്ടും ബന്ദിപ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം ബന്ദിപ്പൂരിലേക്ക് വരുന്നവർക്ക് ഇഷ്ടം പോലെ ആനകളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. ചാർജ് ചെയ്യുമോ? ഇതേ നമ്മൾ വീണ്ടും ആനയെ കണ്ടിരിക്കുകയാണ്. എല്ലാം പിടിയാനകളാണ് കേട്ടോ ഇന്ന് കിട്ടിയിരിക്കുന്ന മൊത്തം. അടുത്ത ആൾ നിൽക്കുന്നു. ഈ ആനയുടെ വാല് നോക്കിയേ, വാലിൻ്റെ അറ്റം പോയിട്ടാണുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആനകൾ കുത്തുകൂടുമ്പോഴും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോൾ ആദ്യം ശത്രു ആനയുടെ വാല് കടിച്ചു മുറിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ഷേ അടികൂടിയപ്പോൾ പോയതായിരിക്കാം ഇവൻ്റെ വാലിൻ്റെ അറ്റവും. ആനകൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് ദൈവനെ തിന്നുകൊണ്ടിരിക്കുന്ന മുള. ഇപ്പോൾ ഈ ബന്ദിപ്പൂര് കാടുകളിൽ ഇതേപോലെ കുറ്റിമുളകൾ, അധികം ഹൈറ്റിലല്ലാത്ത മുളകൾ ഇഷ്ടം പോലെയുണ്ട്. അതെല്ലാം ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ തളർത്ത് വരും. അതാണ് പ്രധാനമായിട്ടും ആനകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന ഒരു കാരണം. കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മാസത്തിലൊക്കെ ചൂട് കൊണ്ട് നമ്മൾ ഉരുകിയിരിക്കുമായിരുന്നു ഈ സമയത്ത്. ഇതിപ്പം ഏപ്രിൽ മാസം ആയപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ കിട്ടി. കാട്ടിലൂടെയുള്ള സഫാരി നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ആയി. ഇതേ മഴ ഇപ്പം തന്നെ തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. വേനൽക്കാലത്തിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളോ പൊടിയോ ചൂടോ ഒന്നുമില്ല. നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്, ചെറിയ തുളുമഴ. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന സൈറ്റിംഗ് കൂടെ കിട്ടിയാൽ പൊളിക്കും. ഒരു ആൺമയിലും പെൺമയിലും കൂടെ ഇതേ ഒന്നിച്ചൊരു മരക്കൊമ്പയിൽ കയറിയിരിക്കുന്ന ഒരു കാഴ്ച. നല്ല രസമുള്ള കാഴ്ച ആയതുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ക്യാമ്പറോ ജിപ്സിയൊക്കെ എടുക്കുമ്പോൾ മാത്രമാണ് വാഹനങ്ങൾ ഇതേപോലെ നമുക്ക് മയിലിന് വേണ്ടിയൊക്കെ നിർത്തി തരുന്നത്. ഇല്ലെങ്കിൽ ബന്ദിപ്പൂര് നാറോളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഈ കടുവ എന്നും പറഞ്ഞ് പോയിട്ട് ഇതേപോലുള്ള കാഴ്ചകൾക്ക് നിർത്തി തരൽ കുറവാണ്. നമുക്ക് ആനക്കൂട്ടമാണ് കിട്ടിയേക്കുന്നത്. ആനകളുടെ ചാകര കേട്ടോ.
അതിശയോക്തിയിൽ പറയുന്നതല്ല, കയറിയപ്പം മുതൽ ഇറങ്ങുന്നിടം വരെ തുടർച്ചയായിട്ട് ആനകളുടെ ഫൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മളൊന്നും ആനകളെ കണ്ട് വണ്ടി നിർത്തണ്ട എന്ന് പറയുന്ന രീതിയിൽ വരെ ആയി. അത്രയ്ക്കും ആനകളായിരുന്നു. ഇനി കൊമ്പന്മാരെ കണ്ടാൽ നിർത്തിയാൽ മതി എന്നൊരു ലൈനിലേക്കൊക്കെ ആയിരുന്നു നമ്മൾ. എങ്കിലും ആനയല്ലേ, ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് സൈഡാക്കി നമ്മളൊന്ന് കണ്ട് ആനകളുടെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ആനക്കൂട്ടത്തെ ദൂരേന്ന് കാണുമ്പോൾ ഇവർ വെള്ളത്തിലിറങ്ങി ഒന്ന് നീരാടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മുടെ വണ്ടി കണ്ട പാടെ തന്നെ വെള്ളത്തിൽ നിന്ന് ചാടി മേളിൽ കയറി ഓടി കാട്ടിക്കയറുക ചെയ്തേ. അതെ, നമ്മൾ നമ്മുടെ വണ്ടി വെച്ച് വിട്ട് പോവുകയാണ്. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പുറേ ടൈഗറെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈഗറിനെ നോക്കിയതാ, നമ്മൾ ഡ്രൈവർ നൂറെ വെച്ചടിച്ച് പോവാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ടൈഗറിനെ കാണാൻ പോവാണ്. കടുവേനെ തപ്പി പോകുമ്പം ആന നിൽക്കുന്നു. ആനയൊക്കെ ജീവനും കൊണ്ട് ഓടി മാറുന്നത്. അതെ, അതുപോലെയാണ് നമ്മുടെ പോക്ക്. അപ്പോൾ നമുക്ക് ടൈഗർ അവിടുന്ന് വഴിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ടൈഗറിനെ സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ ഇതുണ്ടോ ഇതേപോലെ വണ്ടി ഓടിക്കുക, നിലത്തും നോക്കൂല, നൂറെ വെച്ചടിച്ച് വിടുകയുള്ളൂ. നമ്മളെങ്ങനെയും ടൈഗറിനെ കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. മൂവ് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ, സാധനം മൂവ് ചെയ്തു. അതേ നിൽക്കുന്നു. നമ്മുടെ വാഹനം ഇവിടെ എത്തിച്ചേരാൻ ഇത്തിരി ലേറ്റ് ആയെങ്കിലും നമുക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് ടൈഗർ കാട്ടിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് 2 വർഷം മുന്നേ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്ന കരടിമേൽ എന്നുള്ള കടുവയാണ്. അപ്പോൾ അന്ന് ഇവന് കരടിമേലിന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ 2023 ജനുവരിയിൽ ഇവന് ഒരു കരടീനെ അറ്റാക്ക് ചെയ്ത് വെള്ളത്തിൽ മുക്കി കൊന്ന് അതിനെ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാമറയിൽ റെക്കോർഡാവുകയും ചെയ്തു. അങ്ങനെയാണ് ഇവൻ പ്രശസ്തനായത്. ആരെയും വെല്ലാൻ ധൈര്യമുള്ളവനായിട്ടുള്ള ഒരു കടുവയാണിത്. ഇപ്പോൾ പല കടുവകളും ഇവൻ്റെ മുന്നിൽ നിൽക്കാൻ ധൈര്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കടുവ കൂടിയാണ് ഇവൻ. ബന്ദിപ്പൂർ ഫോറസ്റ്റിലെ ഏറ്റവും കൂടുതൽ ടെറിട്ടറി ഏരിയ ഉള്ളത് ഈ കരടിമേലിനാണ്. അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത്രയും വാഹനങ്ങൾ, ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അവനെ വെയിറ്റ് ചെയ്ത് കിടന്നിട്ടും അവൻ അതൊന്നും കൂസാക്കാതെ വാഹനത്തിന് നേരെ തന്നെയാണ് നടന്ന് നീങ്ങുന്നത്. അപ്പോൾ വാഹനങ്ങളെല്ലാം പുറകോട്ട് റിവേഴ്സ് എടുത്ത് അവന് വഴിയൊരുക്കി കൊടുക്കുകയാണ്. അവൻ അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു മരത്തേൽ ചെന്നിട്ട് മണത്ത് സ്മെല്ല് ചെയ്യുകയാണ്. അത് അവൻ്റെ ആ യൂറിൻ്റെ സ്മെല്ല്, അല്ലാണ്ട് വേറെ ഏതെങ്കിലും ടൈഗർ അവൻ്റെ ടെറിട്ടറി കയറിയോ എന്നൊക്കെ അറിയാനായിട്ടാണ് സ്മെല്ല് ചെയ്ത് ഇപ്പോൾ കണ്ട സെൻറ്റ് മാർക്കിംഗ് എല്ലാം ചെയ്തിട്ട് അവനത് അവിടെ നിന്ന് നടന്ന് നീങ്ങുവാണ്. നടക്കുന്നതന്നെ നോക്കി വീണ്ടും റോഡിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ വാഹനങ്ങളെല്ലാം അവന് വേണ്ടി മാറിക്കൊടുത്തു. അവൻ പതിയെ റോഡ് ക്രോസ് ചെയ്തിട്ട് അവൻ ആ കുറ്റിക്കാട്ടിനുള്ളിലേക്ക് കയറി പോവാണ്. അങ്ങനെ നല്ലൊരു ഫൈറ്റിംഗ് തന്നിട്ട് ഇതാ കടുവ നമ്മുടെ ബാക്കിലുള്ള കാട്ടിലേക്ക് കയറി പോയിട്ടാണേ. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും കുറച്ച് നേരമായിട്ട് ആ കടുവ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഒരു ഷോ തന്നു, ആള് കയറിപ്പോയി. നമുക്ക് എന്നാലും ഭാഗ്യമുണ്ട്, നമ്മൾ കുറച്ച് നേരം ലേറ്റായി വണ്ടി ഇങ്ങ് എത്താനായിട്ട്. കുറച്ച് അകലെയായിരുന്നു നമ്മളുണ്ടായിരുന്നത്. എങ്കിലും നമുക്ക് കടുവേനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അത്യാവശ്യം നല്ല സൈറ്റിംഗ് കിട്ടുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ബന്ദിപ്പൂരിന്ന് ടൈഗർ സൈറ്റിംഗ് കിട്ടുന്നത്. സൂപ്പർ എക്സൈറ്റഡ് ആണ്, അടിപൊളിയായിരുന്നു. ഈ വൈബും കാടിന്റെ വൈബും എല്ലാം സൂപ്പറാണ്, മഴയും വെയിലും ഒക്കെ ആയിട്ട്. അതാണ് സത്യം, അല്ലെങ്കിൽ ഞങ്ങൾ വന്നാൽ കിട്ടാറില്ല. നിങ്ങളും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടിയത്. നമ്മുടെ സഫാരി ഡ്രൈവർമാരുടെ കണക്കൂട്ടുകൾ എത്ര കൃത്യമാണെന്ന് നോക്കി. അവർ ഏകദേശം ഒരു കണക്കൂട്ടൽ നടത്തി ആ കാടിനുള്ളിലേക്ക് കയറിപ്പോയ കടുവ വേറൊരു റോഡിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൃത്യം അവിടെ തന്നെ നമ്മുടെ വാഹനങ്ങളുടെ മുന്നിലേക്കായിട്ട് തന്നെ കടുവ ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ഇപ്പുറയായിട്ട് ഏകദേശം ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ കടുവ തന്നെ ഇറങ്ങി വരുന്നൊരു രംഗമാണ് കാണുന്നത്. ഒരു കടുവയുടെ ജീവിതം ഇങ്ങനെയാണ്. ഒറ്റയ്ക്കാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവൻ്റെ സാമ്രാജ്യം മുഴുവൻ നടന്ന് റോന്തി ചുറ്റി വേറെ കടുവകളൊന്നും അതിൽ കയറിയിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് തന്നെ നിത്യേന ഇവനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ഏരിയയിൽ വേറെ ഏതെങ്കിലും കടുവകൾ കയറിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. ഇതാണ് കടുവയുടെ ജീവിത രീതി. പിന്നെ കടുവകളുടെ സഞ്ചാര രീതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തുറന്ന വഴികളിൽ കൂടെ സഞ്ചരിക്കാനാണ് അവൻ കൂടുതൽ താല്പര്യപ്പെടാറുള്ളത്. അവൻ്റെ സഞ്ചാരദിശയ്ക്ക് അനുകൂലമായിട്ടുള്ള ഇതേപോലെ തുറന്ന വഴികളുണ്ടെങ്കിൽ അവൻ ആ വഴികളിൽ കൂടെ ആയിരിക്കും കൂടുതലും സഞ്ചരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ പഗ് മാർക്ക് നോക്കി ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സഫാരി വാഹനത്തിലുള്ള ഡ്രൈവർമാർ ഇതേപോലെ ഇവൻ്റെ കാലിൻ്റെ നഖപ്പാടുകൾ ആ വഴിയിലൊക്കെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി അവർക്ക് ഏകദേശം മനസ്സിലാവും ഇത് അധികം നേരം ആയതാണോ അല്ലയോ എന്നുള്ളത്.
പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നമ്മുടെ ടൈഗറിൻ്റെ ടെറിട്ടറി മാർക്കിങ്ങിൻ്റെ വേറൊരു അടയാളം കൂടിയാണ്. നമ്മൾ മുന്നേ കണ്ടു അവൻ യൂറിൻ പാസ് ചെയ്തിട്ട് ആ ഒരു സെൻ മാർക്കിങ്, അത് കൂടാതെ ഇതേപോലെ കാലും കൊണ്ട് നിലത്ത് അടയാളം ഇട്ടിട്ട് പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവന് അവിടെ അപ്പിയിടാനുള്ള പരിപാടിയാണ്. എന്താണല്ലോ ലൂസാണ്. അപ്പോൾ അടുത്ത ദിവസം കഴിച്ചത് എന്തോ അവൻ്റെ വയറ്റിൽ പിടിച്ചിട്ടില്ല, അതായിരിക്കാം കാരണം. അങ്ങനെ ഒരുപാട് നേരം ആവശ്യത്തിന് കാഴ്ചകളൊക്കെ സമ്മാനിച്ചതിന് ശേഷം അവനിതാ വീണ്ടും കാടിനുള്ളിലേക്ക് കയറിപ്പോവാണ്. ഇനി കാടിൻ്റെ മറ്റൊരു ദിശയിൽ അവനെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇനിയിപ്പോൾ ഉള്ളത് ബ്ലാക്ക് ടോപ്പ് റോഡാണ്. ഇതൊരു കുന്നും പ്രദേശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതിൻ്റെ താഴ്വാരം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടി മൈസൂർ മെയിൻ റോഡാണ്. ആ റോഡിനെ അവൻ ക്രോസ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് മുന്നിൽ കണ്ട് നമ്മുടെ ഡ്രൈവർമാർ കുറേ നേരം അവിടെ പോയി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ വാഹനങ്ങളുടെ ബഹളം കൊണ്ടിട്ട് അവന് അന്നേരം റോഡ് ക്രോസ് ചെയ്യാൻ തയ്യാറായില്ല. നമ്മളവനെ കണ്ടു, അവനെ സ്പോട്ട് ചെയ്തെങ്കിലും അവൻ രാത്രിയായിട്ടേ ക്രോസ് ചെയ്യുള്ളൂ എന്നുള്ള നിഗമനത്തിൽ പിന്നെ നമ്മൾ അവിടെ അധികം നേരം വെയിറ്റ് ചെയ്തില്ല. ഇങ്ങനെ കടുവേനെ കണ്ട് തിരിച്ച് നമ്മൾ വരുമ്പം ഇതാ വീണ്ടും ആനക്കൂട്ടം കിടക്കുന്നു. ഇഷ്ടം പോലെ ആനകൾ ഇതാ വഴിയിൽ തന്നെ. അത്യാവശ്യം വലിയൊരു ആനക്കൂട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നിയത് വളരെ ചെറിയ ഒരു ആനക്കുട്ടി. മാസങ്ങൾ മാത്രം അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ മാത്രം പ്രായമുള്ളൊരു ആനക്കുട്ടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ജസ്റ്റ് തീറ്റയെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ള ആൾ. അപ്പോൾ വളരെയധികം തള്ളയാനകളുടെ പ്രൊട്ടക്ഷനിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ തള്ളയാനയും മുത്തിയാനയും അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടി വേറൊരു ആനയും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ വണ്ടിയൊക്കെ ഈ ആനക്കൂട്ടത്തിനടുത്തേക്കായിട്ട് നീങ്ങാനായിട്ട്. വളരെയധികം അഗ്രസീവായിരിക്കും, പെട്ടെന്ന് ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പം തന്നെ മുന്നിൽ പോയ ഒരു സഫാരി വാഹനത്തിന് നേരെ ആന ചീറി എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം കുറച്ച് മാറിയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. ആ കുട്ടിയാനേനെ നോക്കിക്കേ, എന്ത് ഭംഗിയാണെന്ന് കണ്ടോ. അവൻ്റെ ആ ഒരു രോമങ്ങളൊക്കെ ഇപ്പോഴും എടുത്ത് നിൽക്കുന്നുണ്ട്. തീറ്റയൊക്കെ തിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് ആ കുട്ടിയാനേനെ കാണുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ മുന്നിലുള്ള ഈ തള്ളയാനേനെ ശ്രദ്ധിച്ചോ, അതിന് 2 ചെറിയ കൊമ്പുകൾ നോക്കിയേ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഏഷ്യൻ ആനകളിൽ ആണാനകൾക്ക് മാത്രമേ ഉള്ളൂ കൊമ്പുള്ളത്, പെണ്ണാനകൾക്ക് കൊമ്പില്ല. ആഫ്രിക്കൻ ആനയിൽ പോയി കഴിഞ്ഞാൽ ആണാനകൾക്കും പെണ്ണാനകൾക്കും ഒരേപോലെ കൊമ്പുണ്ട്. പക്ഷേ ഈ ഒരു പെണ്ണാനയ്ക്ക് 2 കൊമ്പുകൾ, ചെറിയ കൊമ്പുകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ആനകൾക്ക് കൊമ്പായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേളിൽ നിന്നുള്ള കോമ്പലുകളാണ് ഇറങ്ങി കൊമ്പായിട്ട് വരുന്നത് ആണാനകളിൽ. മൊത്തം 26 പല്ലുകളാണ് ആനകളിലുള്ളത്. അതിൽ 2 കോമ്പലുകളാണ് ഈ കൊമ്പായിട്ട് വരുന്നത്. എന്തായാലും നമുക്കിപ്പോൾ മുന്നിൽ കിട്ടിയത് ഒരു വ്യത്യസ്തമായ കാഴ്ചയായിപ്പോയി. നമ്മൾ സഫാരി കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ റൂമിൻ്റെ മുമ്പിലത്തെ കാഴ്ച കണ്ടോ. ഇഷ്ടം പോലെ സ്പോട്ടഡ് ഡിയേഴ്സ് ആണ്. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ റൂമിൻ്റെ മുന്നിലത്തെ കാഴ്ച. എത്ര എണ്ണമാണെന്ന് നോക്കിയേ. ഇപ്പോൾ ഈവനിങ്ങിൽ ഇതിപ്പം നമ്മളൊരു 6:30 മണി സമയമായേ. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ലൊരു വൈബാണ്. അങ്ങനെ ഒരു ചായ കുടിച്ചേക്കാന്ന് പറഞ്ഞ് നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോയതാണ്. അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള കാഴ്ചയായിരുന്നു നമ്മളെ കാത്തിരുന്നത്. ഈ ഏരിയയിലാണ് കേട്ടോ സന്ധ്യാസമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ലെപ്പേർഡ് സൈറ്റിങ്സ് കിട്ടുന്നതും. അപ്പോൾ നമ്മൾ ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്തു. ഓക്കെ, ലെപ്പേർഡിനെ കാണാൻ വേണ്ടി എല്ലാവരും ക്യാൻറ്റീനിൽ ലൈറ്റ് അടിച്ച് സേഫ് ആയിട്ടുള്ളിരുന്നിട്ട് തൊട്ടടുത്ത് നമ്മൾ ലെപ്പേർഡിനെ കാണുന്നു. സന്ധ്യാസമയങ്ങളിൽ മിക്കവാറും നമുക്ക് ഈ പുലിയുടെ സൈറ്റിംഗ് ഇവിടെ കിട്ടാറുണ്ടെന്നുള്ളതാണ് സത്യം. ഇത് മീശക്കാരി എന്നുള്ളൊരു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലെപ്പേർഡും അതിൻ്റെ കബ്ബുമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ 3 ലെപ്പേർഡ്സ് ഉണ്ടായിരുന്നു. മീശക്കാരിയും അതിൻ്റെ ഇതിന് മുന്നത്തെ ലെറ്ററിലുള്ള ആദ്യത്തെ കബ്ബും പിന്നെ ഈ ഒരു ചെറിയതും. ആ ചെറുത് ഇപ്പോൾ ഇത്തിരി വലിയ കബ്ബായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ലെറ്ററിലുണ്ടായിരുന്ന ആ സബ് അഡൽറ്റ് കബ്ബ് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ ടെറിട്ടറിയൊക്കെ ആയിട്ട് പോയി. ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 ലെപ്പേർഡുകളാണ്, മീശക്കാരിയും അതിൻ്റെ ഇപ്പോഴത്തെ മകനും. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ സബ് അഡൽറ്റ് ഒരു സ്റ്റേജിലേക്കായി. ഇപ്പോൾ 2 പേരും കൂടെ മിക്കവാറും നമുക്ക് ഈ ക്യാൻറ്റീനിൽ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഏകദേശം ഒരു 4 ദിവസം കൂടുമ്പോഴാണ് ഈ മീശക്കാരി ഹണ്ടിങ്ങിന് ഇറങ്ങുന്നത്. ഇപ്പോൾ ഇത് 4ാമത്തെ ദിവസമാണ്.
അപ്പം മിക്കവാറും ഇന്നത്തെ ദിവസം ഹണ്ടിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 2 പേർക്കും നല്ല രീതിയിൽ വിശപ്പ് കയറിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഹണ്ടിങ്ങിന് ഈ ഒരു സമയത്ത് സന്ധ്യാസമയത്ത് ഒരു 7 മണിക്കും 9 മണിക്കൊക്കെ ഇടയ്ക്കായിട്ടാണ് കൂടുതലും തവണ ഇവിടെ ഹണ്ടിങ് നടക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ സന്ധ്യയ്ക്ക് തന്നെ ഇവർ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ സ്പോട്ടഡ് ഡിയേഴ്സ് എല്ലാവരും അലേർട്ടായി. അവരെല്ലാം അലാം കോൾ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലേർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാർഡുമാർ പറഞ്ഞാണ്, അപ്പോൾ ഇവർ കാറ്റ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് അപ്രോച്ച് ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവരുടെ സ്മെല്ല് സ്പോട്ടഡ് ഡിയേഴ്സ് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ അലാം കോൾ കൊടുത്ത് അലേർട്ടായിട്ട് നിൽക്കുന്നത്. ഇനി ഇപ്പം എന്ന് പറഞ്ഞാൽ കാറ്റ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇവർ ഇവിടെ തന്നെ വരും എന്നാണ് പറയുന്നത്. ഈ ഏരിയ തന്നെ വന്ന് ഹണ്ട് ചെയ്യുമെന്നാണ് ഈ വാച്ചർമാരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്. അപ്പോൾ ഇതാ 8 മണി ആയപ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു മെസ്സിൻ്റെ ചെറിയൊരു ക്യാൻറ്റീൻ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈവനിങ്ങിൽ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ റെഡിയാക്കി വെക്കും. സെർവ് ചെയ്യാൻ നിൽക്കുന്നത് സാമിയണ്ണനാണ്. സാമിയണ്ണൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാ നമുക്ക് ചപ്പാത്തി ഉണ്ട്, ചെറുപയറിൻ്റെ ഒരു കറിയുണ്ട്, ചോറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ തൈര്, രസം, അത്യാവശ്യം സാധനങ്ങളൊക്കെ. നമ്മൾ ഡിന്നറും കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും മറ്റൊരു സൈഡിൽ ഇത് ഇഷ്ടം പോലെ സ്പോട്ടഡ് ഡിയേഴ്സ് കിടക്കുന്നുണ്ട്. ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. തൊട്ട് പുറകെ കൂടെയാണ് ലെപ്പേഡ് പാസ് ചെയ്ത് റോഡിൻ്റെ അപ്പുറ സൈഡിലോട്ട് പോയേക്കുന്നത്. ഇനി എപ്പം വേണേലും ആ ലെപ്പേഡ്സ് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാനുകളൊന്നും അറിയാതെ ഇവിടെ കിടക്കുവാണ്. ചിലപ്പോൾ ഇവരെ ആയിരിക്കാം അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് രാത്രിയിൽ. എന്തായാലും നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടും ലെപ്പേഡിൻ്റെ സാന്നിധ്യം ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ബഗ്ഗിലാണ് റൂമിലേക്ക് പോകുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിൽ കൂടെ നടക്കാൻ അലൗഡില്ല കേട്ടോ. നമ്മുടെ ഈ കോമ്പൗണ്ടിന് പ്രത്യേകിച്ച് ഫെൻസിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആനയും ലെപ്പേഡൊക്കെ ഈ കോമ്പൗണ്ടിൽ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സേഫും അല്ല നടക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം രാത്രിയിലേക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഹരിണി കോട്ടേജിൽ നിന്ന് രാവിലെ എണീക്കുന്നത് സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ അലാം കോൾ കേട്ടിട്ടാണ്. അങ്ങനെ നമ്മൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ലെപ്പേഡ്. നമുക്ക് ഹരിണി കോട്ടേജിൻ്റെ മുന്നിൽ ഈ തവണ വന്നപ്പോഴും ലെപ്പേഡിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്, എല്ലാവരും ലെപ്പേഡിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഒരു വലിയ മരത്തിൻ്റെ ഒരു ഏകരത്തെ തന്നെ ആൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ മൂവ്മെൻ്റ് ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി എക്സൈറ്റഡ് ആണ്, ഒത്തിരി ഹാപ്പിയാണ്. നമ്മൾ രണ്ടാമത്തെ വരവിലും ഹരിണി കോട്ടേജിൽ നിന്ന് റിനോവേഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തെ വരവിലും നമ്മുടെ സ്റ്റേയുടെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് ലെപ്പേഡിനെ കാണാൻ കിട്ടിയിരിക്കുകയാണ്. അടിപൊളി കിടു വൈബാണ്. വൈബ് പോലത്തെ ഏകരമാണ്. ഇതുണ്ടോ, ഇത് താഴ്ഭാഗം മേലോട്ട് ഇതുണ്ടോ, ആ ഏകരത്തിൻ്റെ അവിടെ വാല് കിടക്കുന്നുണ്ടോ? DXL ഇട്ടെടുത്തോ? Let him sleep for some time. So after sun comes, he is looking. He is getting down, man. No, he is not getting down. He is just resting. Yeah. He is changing position only. So now you cannot see. Exactly. He is sitting backside. Now he is moving. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ലെപ്പേഡിനെ രാവിലെ സ്പോട്ട് ചെയ്തത്. ഇതിപ്പോൾ ക്യാമറയിലാണ് ഇത്ര അടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. വളരെ ദൂരത്തിലാണ്, കണ്ണുകൊണ്ട് കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ എകരങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്കൊരു അബദ്ധം പറ്റി. നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ താഴേക്ക് നീണ്ടു കിടക്കുന്ന വാല് കണ്ടോ, അത് രണ്ടാമത്തെ ലെപ്പേഡിൻ്റെ ആയിരുന്നു. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ മൂവ് ചെയ്യുന്ന ലെപ്പേഡിൻ്റെ വാലാണതെന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ലെപ്പേഡിനെ മാത്രം ഫോക്കസ് ചെയ്തു. ആ ലെപ്പേഡ് മൂവ് ചെയ്യുമ്പോഴും അതിൻ്റെ വാല് വേറൊരു സൈഡിലായിരിക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ വാല് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, രണ്ടാമത്തെ വാല് ഇപ്പോഴും അവിടെയുണ്ട്. അതിൻ്റെ അർത്ഥം ആ തള്ള ലെപ്പേഡ് അവിടെ തന്നെ കിടപ്പുണ്ട്, ആ ഏകരത്തിൽ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം കൂടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 2 ലെപ്പേഡിൻ്റെ മൂവ്മെൻറ്റും കൃത്യമായിട്ട് കിട്ടിയിരുന്നേനെ. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മൾ ഒരു ലെപ്പേഡ് മാത്രം അവിടെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. He's climbing down, man. No, he's going to the other branch, man. Oh, he's looking at us. He's looking other side now. Oh, man. Oh, man, crazy. Take the photo, man. Crazy.
കണ്ടു അതർ സൈഡിലേക്ക് പോയി. ഈ സൈഡിലല്ലേ? സ്റ്റിൽ വി ക്യാൻ സീ. ബ്ലാക്ക് പോലെ ഓ ഗുഡ്നസ്. തല കാണുന്നില്ല? എനിക്കെൻ്റെ കണ്ണും കൊണ്ട് കാണത്തില്ല, ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടോണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തും പോകും. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇനി നേരത്തെ പോലല്ല. ഹീസ് വാച്ചിങ് us. ദൂരെ കാണുന്ന മരം കണ്ടോ? ആ വലിയ മരം അതിലാണ് ഉള്ളത്. അപ്പം അത്രയും ദൂരത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ ലെപ്പേർഡ്സിനെ കാണുന്നത്. ഇതിൽ കൂടുതലൊന്നും കാണിക്കാൻ പറ്റൂല, കാരണം സ്റ്റേയുടെ മുന്നിൽ ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തും കിട്ടൂല, അതും പുലീനെ. He is hiding from us actually. He is getting down. He's moving. Oh, Superman. താഴെ ഇറങ്ങി നിലത്ത് നിലത്തിറങ്ങിടാ. ഈ സൈഡിലാണ് നിലത്തിൻ്റെ. ആ പോയി. 100 പായുവാണല്ലോ. അങ്ങനെ ആ ലെപ്പേഡ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ലെപ്പേഡ് മരത്തിന് മുകളിലുള്ളത് തിരിച്ചറിയാതെ നമ്മൾ അവിടുന്ന് തിരിച്ച് ക്യാൻറ്റീൻ എങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരു സ്പോട്ടഡ് ഡിയർ കൊമ്പൻ പേടിച്ച് ഓടുന്നുണ്ട്. കണ്ടമാനം പേടിച്ചിട്ടുള്ള ആൾ കുറേ ദൂരെ ഓടിക്കളിക്കുവാണ്. അപ്പോൾ എന്തോ അവൻ കണ്ടു, അല്ലെങ്കിൽ എന്തോ സെൻസ് ചെയ്തിട്ടാണ് അവൻ ഈ ഓടുന്നത്. നമ്മുടെ ഈ സ്റ്റേ ഇരിക്കുന്ന കോമ്പൗണ്ടിൽ തന്നെ വൈൽഡ് അനിമൽസ് കൂടാതെ കുങ്കിയാനകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഇവിടെ ഈ കുറച്ച് നാളായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്, ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. ഇപ്പോൾ എത്ര കാലം ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും 5 കുങ്കിയാനകളെ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ കാണാൻ പറ്റി. ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവരെ ഇവിടെ പാർപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ താർ റോക്സിലുള്ള ആദ്യത്തെ ട്രിപ്പ് ഗംഭീരമാക്കി. അതും ഹരിണി കോട്ടേജ് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വർത്തായിരുന്നു കേട്ടോ, മുതലാക്കി എന്ന് പറയാം. അപ്പോൾ നമ്മൾ സഫാരിക്കാണെങ്കിലും കടുവേനെ കിട്ടി, പിന്നെ ലെപ്പേഡ് നമുക്ക് നമ്മുടെ സ്റ്റേയുടെ മുന്നിൽ തന്നെ കിട്ടി. എല്ലാം കൊണ്ടും നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലി അഭിലാഷേട്ടനെയും കുടുംബത്തെയും കാണാൻ പറ്റി. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു, ആസ്വദിച്ചു, അടിപൊളി. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക, ഒരു കമൻ്റ് ഒക്കെ തരിക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.